ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത റിയാക്ഷൻ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ റിയാക്ഷൻ ആണ്. റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ റിയാക്ഷൻ ആണ് ഫിറ്റിക് റിയാക്ഷൻ. നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പൊ നോക്കുക, ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു, ഫിറ്റിക്കിന്റെ അകത്ത് എപ്പോഴും എന്തോ ഉള്ളൂ, ബെൻസീന്റെ അകത്ത് എക്സ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഓർത്തോളം എപ്പോഴും രണ്ട് സോഡിയാണ് എടുക്കുന്നത്. രണ്ട് സോഡി എടുക്കുന്നതുകൊണ്ട് ഇവിടെ രണ്ടാൾക്കാർ വേണം റിയാക്ട് ചെയ്യാൻ. അപ്പൊ ഫിറ്റിക് ആകുമ്പോൾ ബെൻസീൻ എക്സ് എടുക്കണം. എത്ര ബെൻസീൻ എക്സ് എടുക്കണം? 2 ബെൻസീൻ എക്സ് എടുക്കണം. ഇൻ പ്രസൻസ് ഓഫ് നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ കേട്ടോ. നേരത്തെ പറഞ്ഞ അതേ സാധനമാണെന്ത്, ഡ്രൈ ഈതർ. നേരത്തെ റിയാക്ഷൻ അതേ പറഞ്ഞ സാധനമാണ് ഡ്രൈ ഈതർ. അത് യൂസ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നേരത്തെ അതേ മെക്കാനിക്സ് ആണ്. 2 സോഡിയും ഈ എക്സും കൂടെ കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? 2NaX ഫോം ചെയ്യും. ഇനി ആ ബോർഡിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് വട്ടം ഇടാത്ത ആൾക്കാർ ആരുള്ളൂ? ഈ 2 ബെൻസീൻ മാത്രമേ ഉള്ളൂ. ഈ 2 ബെൻസീൻ അങ്ങനെ നിൽക്കാൻ പറ്റൂല. പകരം എന്ത് ചോദിച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കും. എന്നിട്ട് പിന്നെ നടുക്കൊരു ബോണ്ട് വരും. ഈ സാധനത്തിന് പറഞ്ഞാൽ ഡൈഫിനൈൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ നേരത്തെ അതേ മെക്കാനിസം തന്നെ നമ്മൾ ഫിറ്റിക് എന്ന് പറയുമ്പോൾ ബെൻസീൻ എക്സ് എടുക്കണം. നേരത്തെ ചേർത്ത് അതേ 2 സോഡിയം ചേർക്കണം. അതുപോലെ തന്നെ ഡ്രൈ ഈതർ ചേർക്കണം. ഈ 2 സോഡിയം എക്സും കൂടെ കൂടി ചേർന്നിട്ട് 2NaX ഫോം ചെയ്യും. ബാക്കി 2 സാധനത്തിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. ഈ സാധനത്തിന്റെ പേരാണ് ഡൈഫിനൈൽ. 2 ബെൻസീൻ വന്നുകൊണ്ടാണ് അതിന് ഡൈഫിനൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ബെൻസീൻ എക്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല ഹലോ കേട്ടോ.